മീഡിയ നെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. കേരളം ഒരു നിയമസഭാ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ്. അധികം താമസിയാതെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കും. എന്തായിരിക്കണം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ? എങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം അവർ തിരഞ്ഞെടുക്കുക? എന്തായിരിക്കണം അവരുടെ മനസ്സിലെ വികസന സങ്കല്പം? ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ എ.കെ. പ്രഭാകരൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നിയമസഭാ ഇലക്ഷൻ സമാഗതമായി. ഇനി വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ പോളിംഗ് ബൂത്തിലേക്കുള്ളൂ. പ്രചണ്ഡമായ പ്രചരണ പരിപാടികളുടെ സമയമാണിത്. എങ്ങും പ്രചരണത്തിൻ്റെ ചൂട്. വേനൽ കടുക്കുകയാണ്, ഒപ്പം തന്നെ പ്രചരണവും കടുക്കുകയാണ്. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയും ഇറക്കി ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ വ്യത്യസ്തമായ ചില പ്രചരണ പരിപാടികൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ്, ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ അകലുന്നുണ്ടോ? തീർച്ചയായിട്ടും സാറ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് ചൂടുപിടിച്ച് തന്നെ വരികയാണ്. എന്നാൽ അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡാണ്, നല്ല നടപടിയാണ്. ജനങ്ങളുടെ മുമ്പിൽ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുക, എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണത്തിലേറുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് അവർ വാഗ്ദാനം ചെയ്ത ജനപ്രിയ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ടോ, എത്ര കണ്ട് നടപ്പിലാക്കി എന്നൊക്കെ വിലയിരുത്താനും അതനുസരിച്ച് അവരുടെ രാഷ്ട്രീയ നയങ്ങളെയും പരിപാടികളെയും അംഗീകരിക്കണോ വേണ്ടായോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ, അവരെ തിരഞ്ഞെടുക്കാൻ അത് ജനങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെ കൃത്യമായി പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി രാഷ്ട്രീയ പാർട്ടികൾ മൊത്തത്തിലോ അല്ലെ മുന്നണികൾ മൊത്തത്തിലോ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു. അത് ഇപ്പം നിലവിൽ വന്നത് ഏതായാലും വളരെ പോസിറ്റീവായ കാര്യമാണ്, വളരെ ഗുണകരമായ കാര്യമാണ്. പക്ഷേ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമോ ഇല്ലയോ, അത് വിശ്വസനീയമാണോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങൾ അവരുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തുമായിരിക്കാം. തീർച്ചയായിട്ടും അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പോയിന്റ് കിടക്കുന്നത്. ജനങ്ങൾ മുൻ അനുഭവവുമായി തട്ടിച്ച് നോക്കി മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ പോവുകയുള്ളൂ. അപ്പോൾ മുൻകാലങ്ങളിലെ പ്രകടന പത്രികകൾ എത്രമാത്രം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നിലെ കാപഠ്യം ജനം തിരിച്ചറിയും. അപ്പോൾ ഏത് മുന്നണിയാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല, ജനങ്ങൾക്ക് ഇത് വളരെ പുതിയ കാലത്ത് ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളായി അവശേഷിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിക്കാൻ വരുന്നത്, സത്യത്തിൽ നമ്മുടെ പ്രചരണ പരിപാടി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം, ഈ കേവലമായ പ്രകടന പത്രികകൾക്കപ്പുറത്ത് ഈ രാഷ്ട്രത്തിൻ്റെ വികസനം അവർ പൂർണ്ണമായി ലക്ഷ്യമാക്കുന്നില്ലേ? അതേ അധികാര പ്രമത്തതയാണോ, അധികാരത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണോ അവർ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ മുന്നേറുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ വാസ്തവത്തിൽ 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യാനുള്ള ഒരു അധികാരം ജനങ്ങൾക്കുണ്ടെന്ന് അത് ഒഴിച്ചാൽ, ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറഞ്ഞാൽ പോലും ആ പരമാധികാരം ഒറ്റ ദിവസത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എങ്കിൽ പോലും അതിന് ഒരു ചെറിയ തോതിലുള്ള ഒരു പരിഹാരമായിട്ട് ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ മുന്നണി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട്, സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്നോ അങ്ങനെയല്ല പറഞ്ഞതെന്നോ പിന്നീട് സ്ഥാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് എളുപ്പമല്ല, സാധ്യമല്ല. അതുപോലെ തന്നെ പ്രകടന പത്രിക രേഖാമൂലം തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാനും ആ കാരണം കൊണ്ട്
പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് സൂചിപ്പിക്കാൻ ഇടയായത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിന്നെ നടക്കുന്നത് എന്താണ്? ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്യുന്നതിന് പകരം അപ്പോൾ ഇത് രാഷ്ട്രത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അവർ പ്രഖ്യാപിച്ച നയപരിപാടികൾ നടപ്പിലാക്കിയതിനെ കുറിച്ചോ നടപ്പിലാക്കാതെ പോയതിനെ കുറിച്ചോ ഉള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്ന് പറയുന്നതല്ലോ ശരി, സംവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കേണ്ടതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി യഥാർത്ഥ രാഷ്ട്ര വികസനത്തെ സംബന്ധിച്ച സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അധികാരത്തിൽ എത്താനുള്ള മറ്റു കുറുക്കുവഴികൾ തേടാൻ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച മാറ്റുന്ന ഒരു കുതന്ത്രങ്ങൾ പല പാർട്ടികളോ മുന്നണികളോ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതും വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ എടുത്തു വെച്ച് സമൂഹ മധ്യത്തിലിട്ട് അലക്കുന്നു. അതെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സാറ് സൂചിപ്പിച്ച ഈ യഥാർത്ഥ രാഷ്ട്ര വികസന സങ്കല്പങ്ങളിൽ നിന്നും ജനങ്ങളെ തിരിച്ചുവിട്ട് ജനങ്ങളുടെ പ്രതീക്ഷകളെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ രാഷ്ട്ര വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ അത് നടത്തിയാൽ യഥാർത്ഥത്തിൽ വികസനത്തിന് വേണ്ടി നിലകൊണ്ട പാർട്ടിക്ക് അത് അനുകൂലമായിട്ട് യഥാർത്ഥത്തിൽ അവർ പ്രഖ്യാപിച്ച രീതിയിലുള്ള രാഷ്ട്ര വികസന പ്രവർത്തനങ്ങളാണ് 5 വർഷക്കാലം നടത്തിയതെങ്കിൽ അവർക്കത് ഗുണകരമായി തീരും. അങ്ങനെ അല്ല എങ്കിൽ മാത്രമേ അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഗുണമായിട്ട് തീരുകയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ എന്താണെങ്കിലും രണ്ട് വിഭാഗങ്ങളും, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തേണ്ടത് വികസനത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെ ആയിരിക്കണം. വികസനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഉള്ള വികസനം ആയിട്ട് പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പശ്ചാത്തല വികസനം എന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ രാഷ്ട്രത്തിന്റെ വികസനം, ജനതയുടെ വികസനം എന്ന് പറഞ്ഞാൽ പശ്ചാത്തല വികസനത്തിൽ ഉപരിയായിട്ട് ജനങ്ങളുടെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് വേറെ ഒത്തിരി തലങ്ങളുണ്ട്. അതിനകത്ത് യഥാർത്ഥ തലങ്ങളുണ്ട്. അത് നമ്മൾ എടുക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പശ്ചാത്തല വികസനം മാത്രമല്ല, മാനുഷിക വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഭാഷയുടെ വികസനം, പിന്നെ ആശയവിനിമയം നടത്താനുള്ള വ്യക്തികളുടെ ശേഷിയുടെ വികസനം, ആത്യന്തികമായുള്ള സാംസ്കാരിക വികസനം. അപ്പൊ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലെ, വാസ്തവത്തിൽ അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ട കാര്യം. വ്യക്തിത്വ വികസനത്തിലൂടെ, സാമൂഹ്യ വികസനത്തിലൂടെ, സാംസ്കാരിക വികസനത്തിലൂടെ, വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ, അതെ അതിനൊക്കെ വിദ്യാഭ്യാസ വിപ്ലവവും അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു വികസനം, അപ്പൊ ആ വികസനത്തിന് ഉതകുന്ന തരത്തിൽ അത് ഒരു ആ വികസനം ലക്ഷ്യം വയ്ക്കുമ്പോൾ തന്നെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം ഈ പറഞ്ഞ വികസനമെല്ലാം ഉണ്ടാകട്ടെ, ബഹുഭൂരിപക്ഷത്തിനും ആ വികസനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുക, അങ്ങനെയും സംഭവിക്കുന്നില്ലേ? അതൊരു ജനാധിപത്യ വീക്ഷണമേ അല്ലല്ലോ. അതെ, അപ്പൊ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വീക്ഷണവും പിന്നെ വികസന സങ്കല്പവുമായിട്ട് അത് മാറുകയാണ്. അല്ലെ, എല്ലാവർക്കും വികസനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തിന്, ഏതെങ്കിലും ആകട്ടെ, ഏത് വിഭാഗമാണ് ന്യൂനപക്ഷത്തിൽ വരുന്നത് എന്നിരുന്നാൽ പോലും ആ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം വലിയ വികസനം, ബഹുഭൂരിപക്ഷത്തിനും വികസനത്തിന്റെ പാതയിൽ വളരെ താഴേക്കടയിൽ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന്റെ 75-78 വർഷങ്ങൾ കാലം കഴിയേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുരന്തമല്ലേ? അത് വലിയ ദുരന്തമാണ് സാറേ. തന്നെയല്ല, ഇപ്പോ സാറ് സൂചിപ്പിച്ച വിദ്യാഭ്യാസ വിപ്ലവം, ഒപ്പം തന്നെ സാംസ്കാരിക മാറ്റങ്ങൾ, ഈ മാനവികമായ പുരോഗതി, ഇതെല്ലാം ഒരു ന്യൂനപക്ഷത്തിന് മാത്രം വന്ന പോലല്ലോ. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന് മാത്രം കിട്ടിയാൽ പോരല്ലോ, എല്ലാവർക്കും കിട്ടണം. അങ്ങനെ തന്നെയല്ല, സാർ ഉദ്ദേശിച്ച മറുവിഭാഗം ഉണ്ടല്ലോ, ആ മറുവിഭാഗത്തിന് ചില സൗജന്യങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം. സാർ ഈ പ്രകടന പത്രിക ശ്രദ്ധിച്ചു കാണും. മൂന്ന് കൂട്ടരും കുറെ സൗജന്യങ്ങൾ പറയുകയാണ്. ഈ സൗജന്യങ്ങൾ കൊണ്ട് രാഷ്ട്ര വികസനം നടക്കുമോ? അതാണ് നമ്മൾ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. ഈ മുന്നണികളോ രാഷ്ട്രീയ പാർട്ടികളോ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രിക പരിശോധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ
ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. പശ്ചാത്തല വികസനത്തിന്റെ ഒത്തിരി കാര്യങ്ങളാണ് അവർ പറയുന്നത്. പാലങ്ങള്, റോഡുകള്, പിന്നെ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സ്കൂൾ കെട്ടിടമാണ്. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ അറിവിലും സംസ്കാരത്തിലും സാമൂഹ്യ ബോധത്തിലും ഉണ്ടാകേണ്ട വികസനത്തെ സംബന്ധിച്ച് അവര് ഇവിടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിലെ ഗുണപരമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യല്ല, ചർച്ചയ്ക്ക് വരുന്നത് കെട്ടിടത്തിന്റെ ഗുണപരമായി ഇൻഫ്രയാണ്. അതെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഇവരെല്ലാം എടുത്തു കാണിക്കുന്നത്. വാസ്തവത്തിൽ അതുപോലെ തന്നെ ഇത് ഭൂരിപക്ഷത്തിനും ഈ ഡെവലപ്മെന്റിന്റെ ഗുണഫലങ്ങൾ പ്രാപ്യമാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചും പരിശോധിക്കേണ്ടതല്ല. അത് തീർച്ചയായിട്ടും പരിശോധിക്കണം. തന്നെയല്ല, നമ്മളൊരു കാര്യം, ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് സമൂഹത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആളെ പരിഗണിക്കണമെന്നാണല്ലോ ഗാന്ധിജി പോലെ അന്ന് പറഞ്ഞു വെച്ചത്. അതെ, ഗാന്ധിജി എങ്ങനെയാണ് പറഞ്ഞത്? അപ്പം ഗാന്ധിസമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന് പടപൊരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഗാന്ധിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രത്യയശാസ്ത്രമാണല്ലോ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗാന്ധിജി സാറ് പറഞ്ഞ ആ കാര്യമാണ് അവരുടെ വികസന സങ്കല്പത്തിലും വികസന പദ്ധതികളിലും ഏറ്റവും മുന്നിട്ട് നിന്ന് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ദരിദ്രനായ ഒരാൾക്ക് ഉണ്ടാകുന്ന വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കണം. നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷ ആളുകളും പിന്നെ സാമ്പത്തികമായിട്ട്, സാമൂഹ്യമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ഭൂമിയുടെ അവകാശത്തിന്റെ കാര്യത്തില്, ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തില് ഒരു 85% ജനങ്ങളും വളരെ പിന്നിലായി നിൽക്കുന്ന അവസ്ഥയല്ലേ ഉള്ളത്. എത്ര ശതമാനം ആളുകളാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ളത്? അത് വരുമ്പം ഒരു ന്യൂനപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില കുറെ നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് ഇടത് വലത് വ്യത്യാസങ്ങൾ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടല്ലോ സാർ. ഈ ഇടത് വലത് വ്യത്യാസങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വന്ന് എല്ലാ പാർട്ടികളും ഒരു വലത് വ്യതിയാനത്തിലേക്ക് ശക്തമായി മാറിയെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്, ഈ ചർച്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ വാസ്തവത്തിൽ രാഷ്ട്ര വികസനത്തിന്റെ അജണ്ടയെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങുന്നത്. മറിച്ച് അധികാരം ലഭിക്കാൻ എന്ത് പദ്ധതികൾ മുന്നോട്ട് വെക്കണം, എന്ത് വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കുന്നത് എന്നാണ് അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയ രംഗത്ത്, വിശേഷിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഈ കാലത്ത് അവർ ചർച്ചയ്ക്ക് ഏറ്റെടുക്കുന്ന വിഷയങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാർ, ഈ അധികാരത്തിന്റെ ശീതള ഛായ അവരെ വല്ലാതെ മതിപ്പിക്കുന്നുവല്ലേ ഇതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും കൊതിപ്പിക്കുന്നു, മതിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയണ്ടേ? എന്താണ് ഈ അധികാരത്തോട്? ഒരുപക്ഷെ നേരത്തെ അധികാരങ്ങളൊക്കെ വിട്ടെറിഞ്ഞു പോയ എത്രയോ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് അധികാരത്തിൽ കസേരയിൽ അള്ളിപ്പിടിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും. തന്നെയല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. സാറ് ശ്രദ്ധിച്ചു കാണും, പ്രകടനപത്രിക അനിവാര്യമാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കണം. മറുഭാഗത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം ചെയ്യുന്നത്. അതെ, അതാണ്. അതുപോലെ തന്നെ സാർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്ര വികസനത്തിന് ആവശ്യമായിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എടുക്കേണ്ടത്, നമ്മൾ രാഷ്ട്രീയ മൂല്യങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട, സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാന പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ട മൂല്യം എന്താണ്? നമ്മൾ മൂല്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരെ സ്വാധീനിക്കുന്നത്, സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിൽ ഒന്ന് എന്ന മതപരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, മൂല്യസങ്കല്പങ്ങളും മൂല്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ചില ദർശനങ്ങളിൽ നിന്നാണ് അവ നമുക്ക് കിട്ടുന്നത്. അതേസമയം രാഷ്ട്രീയത്തിൽ പിന്നെ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ട മൂല്യം ഏതാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തില് ഒരു ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അത് തന്നെയാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെയാണ്. ആധുനിക ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ഭാഗ്യവശാൽ നമുക്കുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് പ്രകടന പത്രികയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മതേതരത്വം, സമത്വം, സ്വാതന്ത്ര്യം, മതനിരപേക്ഷത, തുല്യനീതി, ഇതൊക്കെയാണ്. സ്ത്രീ സമത്വം ഇതൊക്കെയാണ്. അപ്പൊ ഈ മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളും പരിപാടികളുമാണ് വാസ്തവത്തിൽ പ്രകടന പത്രികയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അങ്ങനെയെങ്കിൽ
ഇപ്പം സാറ് ഇത് ഇടയ്ക്ക് ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയുള്ള പ്രകടന പത്രികകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്, അല്ലെ? അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് അവർക്ക് ഈ പിന്നെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കും, പിന്നെ യാത്ര സൗജന്യം കൊടുക്കും, സൗജന്യ യാത്ര കൊടുക്കും, സൗജന്യ കിറ്റ് കൊടുക്കും, സൗജന്യ കിറ്റ് കൊടുക്കും എന്നൊക്കെയാണ്. അതുപോലെ പെൻഷൻ കൂട്ടും. അതെ, വീട് കൊടുക്കും. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, വീട് ഇതൊക്കെ കൊടുക്കുന്നതാണല്ലോ. ഭൂമി എത്ര കൊടുക്കും, വീട് എത്ര കൊടുക്കും, അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുമോ, ശരിയായ നിലയിൽ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുക്കുമോ, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശികമായി സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഫാക്ടറികൾ, വ്യവസായശാലകൾ, ചെറുകിട വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങൾ അതൊക്കെ തുടങ്ങണ്ടേ, അതൊക്കെ വർദ്ധിക്കണ്ടേ? അതെ, സംരംഭങ്ങൾ വേണ്ടേ? അല്ലാതെ ചുമ്മാ ഒരു കട തുടങ്ങിയതൊക്കെ സംരംഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതെ, അല്ല, അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കർമ്മപദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ 5 ലക്ഷം വീട് കൊടുക്കും എന്ന് പറഞ്ഞാൽ 2 സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടും 10 ലക്ഷം രൂപയുടെ ഒരു വീടും പണിത് കൊടുത്തു കഴിഞ്ഞ് ഒരു കുടുംബം അതിനകത്ത് ജീവിച്ചു കൊള്ളണം എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പം ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുടെ സമത്വം എവിടെ, സ്വാതന്ത്ര്യം എവിടെ, തുല്യത എവിടെ? വാസ്തവത്തിൽ സമൂഹത്തില് കേരളത്തിലാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു 2.5 ഏക്കർ ഭൂമി വെച്ച് കൊടുക്കാനുള്ള ഭൂമി, മിച്ച ഭൂമി തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ ഇവര് അപ്പോ അങ്ങനെ ഉണ്ടായിരിക്കെ അവർ വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? 2 സെന്റ് ഭൂമി അല്ലെ 3 സെന്റ് ഭൂമി, അതിനകത്ത് ഒരു ചെറിയ വീടും. എന്തുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും, ഒരു കുടുംബത്തിന് കുറഞ്ഞ പക്ഷം പിന്നെ 2.5 ഏക്കർ ഭൂമിയെങ്കിലും കൊടുക്കും എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ ഒരു വാഗ്ദാനം വെച്ചുകൂടെ? ഈ ഞങ്ങൾ അധികാരത്തിൽ ഭൂമിയോടൊപ്പം അവന് തൊഴിലെടുക്കാനുള്ള അവസരം കൂടി വേണം. മണ്ണിൽ പണിയെടുത്താൽ ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ട് വരും കേരളത്തെ സംബന്ധിച്ച്. അപ്പൊ അത് മുന്നോട്ട് അങ്ങനെ ഒരു വിഷയം കൂടി നമ്മൾ വെക്കണം. തീർച്ചയായിട്ടും. അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവരുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യം എന്താണ്? ഇവിടെ യോഗ്യതയ്ക്കനുസരിച്ച്, വിദ്യാഭ്യാസത്തിനനുസരിച്ച്, ആരോഗ്യത്തിനനുസരിച്ച് എല്ലാവർക്കും തൊഴിൽ എന്ന മുദ്രാവാക്യമാണ്. അത് അടുത്ത 5 വർഷം കൊണ്ട് സാധ്യമല്ലെങ്കിൽ 10 വർഷം കൊണ്ട് എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ 50% ജനങ്ങൾക്കെങ്കിലും എല്ലാവർക്കും തൊഴിൽ എന്ന വാഗ്ദാനം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക്, അവിടെ നല്ല സുഖവാസമാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ലല്ലോ സത്യം. പലപ്പോഴും ഈ ഒത്തിരി പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യദേശങ്ങളിലേക്ക് ചേക്കേറുന്നത്. എന്നിട്ട് ഇവിടെ തൊഴിൽ എടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, ആ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കപ്പെടുമെങ്കിൽ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മറുനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ കാര്യത്തില് വളരെ മുന്നിലുള്ള ഒരു രാജ്യമാണ്. വിസ്തൃതിയുടെ കാര്യത്തിലും സമൃദ്ധമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് തൊഴിലില്ലായ്മ ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യമായിട്ട്, ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുകയും, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും എല്ലാം ലഭിച്ചവർക്കെല്ലാം തൊഴിൽ സൗകര്യം ഒരുക്കാനുള്ള വ്യാവസായിക നയം നമുക്ക് സ്വീകരിക്കാം. കാരണം വിഭവ സമൃദ്ധമാണല്ലോ നമ്മുടെ രാജ്യം. തീർച്ചയായിട്ടും ആ രീതിയിൽ ഉള്ള പ്രകടന പത്രിക വെക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇവിടെ കാണുന്നത്. ദരിദ്രരായിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെക്കെല്ലാം നക്കാപ്പിച്ച കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി അധികാരത്തിലേറാനുള്ള വഴി എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള, ഇപ്പൊ പ്രധാനപ്പെട്ട മുന്നണികളുടെ എല്ലാം പ്രകടന പത്രിക, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പബ്ലിഷ് ആയല്ലോ, നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇത്തരത്തെ എല്ലാ ജനങ്ങളുടെയും സർവ്വവിധമായ പുരോഗതിക്കും അവരുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ആക്കി തീർക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള പ്രകടന പത്രിക ഏത് മുന്നണിയാണ് മുന്നോട്ട് വെച്ചത്? സാർ, ഇത് നമ്മുടെ സമൂഹത്തെ ഇത്തരത്തിൽ മോൾഡ് ചെയ്യുന്നത് എന്തൊരു ആപത്കരമാണ്. സൗജന്യ സാധനങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പണിയെടുക്കാൻ തയ്യാറല്ല. അവർ സത്യത്തിൽ അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ തയ്യാറല്ല, പണിയെടുക്കാൻ തയ്യാറല്ല, അവർ 10 കാശിട്ടാക്കാൻ തയ്യാറല്ല. എല്ലാം സൗജന്യമായി ഒരു സർക്കാർ നൽകുന്നതും കാത്തിരിക്കുന്ന ഒരു ജനത സത്യത്തിൽ ആരോഗ്യകരമായ ഒരു ജനതയാണ്? ഒരിക്കലുമല്ല. അപ്പം അവരുടെ വികസനമാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നതിന്റെ പൊള്ളത്തരം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്, അല്ലേ?
തീർച്ചയായിട്ടും വ്യക്തമാകുകയാണ്. വാസ്തവത്തിൽ സാർ മാൻ പവർ ഉപയോഗപ്പെടുത്തണ്ടേ? അതെ, അത് എല്ലാ പവറും അവരുടെ പിന്നെ ശക്തിയും എല്ലാം ഉപയോഗപ്പെടുത്തത്തക്ക പദ്ധതികളും പരിപാടികളുമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് സാർവത്രിക സൗജന്യമായ വിദ്യാഭ്യാസം 14 വർഷത്തിനകം പിന്നെ കൊടുക്കുമെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ പറഞ്ഞതാണെങ്കിൽ പോലും ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. നമുക്ക് അതിന് വിഭവം ഇല്ലാത്തത് കൊണ്ടാണോ, ശേഷിയില്ലാത്തത് കൊണ്ടാണോ, സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ മുഴുവൻ ജനങ്ങൾക്കും വിദ്യാഭ്യാസം, മുഴുവൻ ജനങ്ങൾക്കും തൊഴില്, അപ്പൊ ഭൂമി ഇവിടെ അവകാശം, അത് ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തുല്യമായിട്ട് രാഷ്ട്രസമ്പത്ത് വിഭജിക്കപ്പെടും. അത് ഇന്ത്യയിലെ അത് സവർണരെന്നോ അവർണരെന്നോ വ്യത്യാസമില്ലാതെ, ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് അവർക്ക് ഈ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 4 മേഖലകളിലും തുല്യ അവകാശങ്ങൾ, തുല്യ പങ്ക് ലഭിക്കുന്ന പ്രകടന പത്രിക വെക്കണം. ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കണം. ഭൂപരിഷ്കരണത്തിലൂടെ അത് പൂർണ്ണമായി എന്നാണ് നമുക്ക് കഴിഞ്ഞില്ല. അതില് ഭൂപരിഷ്കരണത്തിലൂടെ ചെയ്തത് എന്താണ്? 1-2 സെന്റ് ഭൂമി കൊടുത്തിട്ട് ഭൂമിയുടെ അവകാശിയാക്കി എന്ന് വീമ്പിളക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല പറയുന്നത്. അതിന്റെ വിതരണം ജനങ്ങൾക്ക് തുല്യമായിട്ട്, ആധുനിക ജനാധിപത്യ മൂല്യങ്ങള് ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഭൂമി കൊടുക്കുക എന്ന് മാത്രമല്ല, ആ രംഗത്തെ സമത്വവും കൂടി ഉറപ്പാക്കണം. അതാണ് തുല്യത. ആ തുല്യതയുടെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എത്ര കണ്ട് എത്ര വിതരണം. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 2.5 ഏക്കർ ഭൂമിക്ക് അവകാശമുള്ളവർക്ക് 2 സെന്റ് കൊടുത്തിട്ട് ഭൂമി കൊടുത്തു എന്ന് വീമ്പിളക്കുക. അതല്ല വേണ്ടത്. അതുപോലെ തന്നെ ഭൂമിയുടെ അവകാശം പരമാവധി തുല്യമായിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. അതുപോലെ തന്നെ സമ്പത്ത്, രാഷ്ട്രസമ്പത്ത് ജനങ്ങളുടെ എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് അവരുടെ ഇടയിൽ വിതരണം ചെയ്യപ്പെടും എന്ന് ഉറപ്പുവരുത്തുന്ന പ്രകടന പത്രികകളാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. പണമില്ലാത്തവന്റെ പണം വീണ്ടും പണമുള്ളവന്റെ കയ്യിലേക്ക് തന്നെ ഒഴുകി പോകുന്ന ഒരു സംവിധാനം ഇതിന്റെ പിന്നിൽ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. അതല്ല നമ്മുടെ ഭരണഘടനാ മൂല്യം അനുശാസിക്കുന്നതല്ല. അതുപോലെ തന്നെ അറിവിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഒരേ നിലവാരത്തില് ഒരേ തലത്തിലുള്ള അറിവ് ലഭിക്കാനുള്ള അർഹതയും അവകാശവുമുണ്ട്. അത്തരത്തിൽ ലഭിക്കുന്നതിന് ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് സാർവത്രികമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ പ്രകടന പത്രിക വയ്ക്കാത്തത്? അത് നടപ്പിലാക്കാത്തത്? അത് ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, അങ്ങനെ നടപ്പിലാക്കുന്നില്ലല്ലോ. അത് നടപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അപ്പൊ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇത്ര നടപ്പിലാക്കും, തൊഴിലിന്റെ കാര്യത്തിൽ ഇത്ര നടപ്പിലാക്കും, ഭൂമിയുടെ വിതരണത്തിന്റെ കാര്യത്തിൽ ഇത്ര നടപ്പിലാക്കും എന്നല്ലേ പറയേണ്ടത്. അതുപോലെ അധികാരത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് അധികാരത്തിന്റെ മേഖലകളിൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ മേഖല പരിശോധിച്ചാൽ സവർണരല്ലേ 85% അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിലിരിക്കുന്നത്. അവർണരായിട്ടുള്ള 85% വരുന്ന ജനങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം സിവിൽ സർവീസിലോ പ്രതിനിധി സഭകളിലോ ഉണ്ടോ? അത് കൊടുക്കുന്ന എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യാത്തത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. വാസ്തവത്തിൽ അവർ ജനങ്ങളുടെ തുല്യത, ഈ ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുല്യത ജനങ്ങൾക്ക് പ്രാപ്തമാക്കി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവർ പറയേണ്ടത്, അവരുടെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിക്കേണ്ടത് ഇങ്ങനെയാണ്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എന്ന് പറയാം. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ന ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഒരു മതേതരത്വം നഷ്ടപ്പെടില്ലേ? അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ വാസ്തവത്തില് ഇന്ത്യയിലെ ഭരണവർഗം ഏതാണ്? ഇവിടെ ഒരു ഒളിയാർഗയാണ് ഭരിക്കുന്നത്. ഒരു ന്യൂനപക്ഷത്തിന്റെ ആളുകളാണ് സ്ഥിരം ഭരണവർഗമായിട്ട് വരുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന അവർണ വിഭാഗത്തില് പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗങ്ങള്, ദളിതര്, പിന്നെ ന്യൂനപക്ഷങ്ങള്, അങ്ങനെ പറയാം. അങ്ങനെ ആ വിഭാഗങ്ങള് അവർക്കെല്ലാം അതാത് വിഭാഗങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് എത്രയുണ്ടോ അത്രയും ശതമാനം പ്രാതിനിധ്യം ആ അധികാരത്തിന്റെ സിവിൽ സർവീസിലും പ്രതിനിധി സഭയിലും കൊടുക്കണ്ടേ? അതിന് വ്യവസ്ഥ ചെയ്യണ്ടേ? ആ വ്യവസ്ഥയല്ലേ മുന്നോട്ട് വയ്ക്കേണ്ടത്. അങ്ങനെ എല്ലാവർക്കും തുല്യത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും
എന്നല്ല പറയുകയും അഥവാ അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത്. വ്യവസ്ഥയുണ്ടെങ്കിൽ അത് കർശനമായി നടപ്പാക്കുമെന്നാണ് അവർ പറയേണ്ടത്. സാർ, അതിന് പകരമാണ് ഇപ്പോൾ ആ സ്പേസ് അപഹരിക്കുന്നത് ഡീലുകൾ, ചില പാർട്ടികളുമായിട്ടുള്ള ഡീലുകൾ, ചില മതസംഘടനകളുമായിട്ടുള്ള ഡീലുകൾ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണാം. ഇത്തരം ഡീലുകൾക്ക് വേണ്ടിയിട്ട് ചർച്ചയും സംവാദവും വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അല്ല, അത് കാണിക്കുന്നത് വാസ്തവത്തിൽ ഇവര് അവകാശപ്പെടുന്നത് പോലെ രാഷ്ട്ര വികസനമോ ജനങ്ങളുടെ വികസനമോ അല്ല. ആ വികസനത്തിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വികസനം, ബൗദ്ധികമായിട്ടുള്ള വികസനം, സാംസ്കാരികമായ വികസനം, അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കർമ്മപദ്ധതികൾ മുന്നോട്ട് വെച്ചാണ് വരേണ്ടത്. ഈ ദൈക്ഷണികമായ വികസനം ഉണ്ടല്ലോ, ഈ ഭൗതികമായ വികസനം പലപ്പോഴും പാഠപുസ്തക കമ്മിറ്റികൾ പോലും അഡ്രസ് ചെയ്യുന്നില്ല. ഇല്ല, അതാണ്. അപ്പൊ അതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്, ഇവർ നമ്മുടെ സ്പേസ് അല്ല ഇവർ അപഹരിച്ചു കൊണ്ടുപോകണമെന്നാണ്. ആ വിഷയം മാറ്റി വരുന്നത്. യെസ്, ഞാൻ അതിലേക്ക് വരാം. തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഇത്തരത്തിൽ രാഷ്ട്ര വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം വികസനമല്ല അവരുടെ ലക്ഷ്യം. പിന്നെയോ അവർ കേവലം മതത്തെ എടുത്തു വെച്ചാൽ അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അധികാരമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ ഏത് കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണം, ഏത് കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ ചെയ്യണം എന്നാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ വികസനവും മനുഷ്യരുടെ വികസനവുമാണ്, മാനുഷിക വികസനവുമാണ് ലക്ഷ്യമിടുന്നെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അവർ മുന്നോട്ട് വയ്ക്കേണ്ടി വരും. അങ്ങനെ അവരുടെ ലക്ഷ്യം വ്യത്യസ്തമായതുകൊണ്ട്, അധികാരം ലക്ഷ്യമിടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കർമ്മപദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം മതപരമായ ആവശ്യങ്ങൾ, ഇപ്പം വിശ്വാസ സംബന്ധമായിട്ടുള്ള വിശ്വാസം സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരും, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരും. അത് വാസ്തവത്തിൽ ഒരു മതേതര രാഷ്ട്രമായ നമ്മുടെ രാജ്യത്ത് മതമൂല്യങ്ങൾക്കാണ്, ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്നതാണ്. അവിടെയാണ് ഈ വലിയൊരു ആപത്ത് പതിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംവാദങ്ങളും കേന്ദ്രീകരിക്കുന്നത് മതസങ്കല്പങ്ങളിലാണ്. അത് ഒരു മതമനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഇപ്പോൾ ആധുനിക കേരളത്തിന് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇടത് വലത് ഭേദമൊന്നുമില്ല. ഇല്ല, വാസ്തവത്തിൽ നമ്മൾ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ മതപരമായ വിശ്വാസപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു മതേതര രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യയിൽ അത് വ്യക്തിപരമായ കാര്യമാണ്, അല്ലെങ്കിൽ സാമൂഹികമല്ല, രാഷ്ട്രീയമല്ല. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന പദ്ധതികളും കർമ്മപദ്ധതികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതേതരത്വം, സമത്വം, സാഹോദര്യമൊക്കെയാണ്. അതെ, അതാണ്. മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം നിരാകരിക്കുന്നതാണ്. അതെ, എല്ലാം. നീ വേറെ, നിന്റെ ദൈവം വേറെ, ഞാൻ വേറെ, എന്റെ ദൈവം വേറെ. അതെ, അങ്ങനെയാണ്. അത് മാത്രമല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി ഇവർക്ക് വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അത് ജനാധിപത്യ രാഷ്ട്രത്തില് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു തരത്തിലും മാറ്റിവെക്കാൻ പോലും അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനോ, ഇഷ്ടമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാനോ, ഇഷ്ടമുള്ള വിശ്വാസം വെച്ച് പുലർത്താനോ എല്ലാം വേണം. അതിന് സംരക്ഷണം വേണം. അതിനെ ആരും എതിർക്കാനോ ഹനിക്കാനോ പാടില്ല. അത് രാഷ്ട്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നല്ലാതെ അത് സംരക്ഷിക്കാൻ രാഷ്ട്രം നിലപാടെടുക്കണമോ എന്ന് അല്ല, അതാണ് രാഷ്ട്രത്തിന്റെ മുഖ്യമായ അജണ്ട. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരികൾ ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത് നടപ്പിലാക്കേണ്ട കാര്യം അതാണ് എന്ന് പറയാൻ പാടില്ലല്ലോ. അത് സംരക്ഷിക്കുക, അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുക, അതിനുള്ള സൗകര്യം എല്ലാ ജനങ്ങൾക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് കഴിഞ്ഞാൽ അവർ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. അതിന് തടസ്സമില്ലാത്ത ഒരു സാഹചര്യം രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കണം, നിയമപരമായ വ്യവസ്ഥ ഉണ്ടായിരിക്കണം. വ്യക്തിപരമായ അഭിപ്രായത്തില് ഇത്തരം മൂല്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ അവർക്കൊക്കെ വലിയ മൂല്യച്യുതി വളരെ കുറച്ചു കാലങ്ങളായി സംഭവിക്കുന്നുണ്ട്. അതിൽ സാറിന് വ്യക്തിപരമായ നിരാശയുണ്ടോ? വലിയ നിരാശയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
നമുക്ക് ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ആരാധ്യരായിട്ടുള്ള എത്രയോ വലിയ ആദർശനിഷ്ഠയുള്ളവരും സത്യസന്ധരും പിന്നെ തത്വശാസ്ത്രത്തില് ഉറച്ചു നിൽക്കുന്നവരുമായിട്ടുള്ള എത്രയോ നേതാക്കന്മാര് ഒരു പാർട്ടിയെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ആരാധ്യരായിട്ടുള്ള മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള നന്മയെ ആഗ്രഹിക്കുകയും ആ നന്മയ്ക്കൊത്ത് മാതൃകാപരമായി അവരുടെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം ജനങ്ങൾക്കാകെ മാതൃകാപരമായിട്ട് ആദർശനിഷ്ഠ പുലർത്തിക്കൊണ്ടു പോകുന്ന അവര് അടിമുടി ജനപക്ഷത്തായിരുന്നു, ജനപക്ഷത്തായി ജനങ്ങൾക്കൊപ്പമായിരുന്നു. പക്ഷേ ഇന്നിപ്പോ നമ്മളൊന്ന് കണ്ണോടിക്കുക, പരിശോധിക്കുക. ഇപ്പോ അങ്ങനെ ആദർശനിഷ്ഠയുള്ള പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കുകയും പാർട്ടിക്ക് വേണ്ടി അതേ നിലപാട് നടപ്പിലാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ആദർശ ശുദ്ധിയുള്ള എത്ര നേതാക്കന്മാരെ എത്ര പാർട്ടികളിൽ കാണാൻ കഴിയും? ഇനി അഥവാ കുറച്ചു പേരുണ്ടെങ്കിൽ അവർക്ക് ആ സ്പേസ് നഷ്ടപ്പെടുകയാണല്ലോ സാർ. അതെ, ഇപ്പോൾ പല പാർട്ടികളിലും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആദർശശുദ്ധിയുള്ളവരും പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ തത്വശാസ്ത്രങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവരായ ആളുകൾക്ക് പാർട്ടികളിൽ സ്ഥാനമില്ല എന്ന് കണ്ടുകൊണ്ട് അവരൊക്കെ പുറത്തു പോകുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ നാം പ്രതീക്ഷിക്കുന്ന നന്മകൾ വറ്റുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും നന്മകൾ വറ്റുന്നു. അപ്പോൾ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഏതായാലും അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ പ്രത്യയശാസ്ത്രത്തെ കാണാനും നമ്മുടെ രാജ്യത്ത് പ്രത്യയശാസ്ത്രപരമായ വലിയൊരു സംവാദം നടക്കേണ്ടതാണ്. ഏത് പ്രത്യയശാസ്ത്രമാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പണ്ട് കാലത്തുള്ളതുപോലെ ഇപ്പൊ സംവാദം ഉണ്ടോ സാറേ? ഒരിക്കലുമില്ല. ആ സംവാദത്തിന് എവിടെയെങ്കിലും കളം ഒരുങ്ങുന്നു എന്നറിഞ്ഞാൽ അത് ആ അധ്യായം റദ്ദ് ചെയ്യുകയാണ്, അടയ്ക്കുകയാണ്. അപ്പൊ പ്രത്യയശാസ്ത്ര സംവാദത്തിനുള്ള കാലം വീണ്ടും ഉണ്ടായിരിക്കുന്നു. അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തമ്മിൽ സംവാദം വന്നതും പെട്ടെന്ന് അടഞ്ഞുപോയി. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും ഒരു കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രം ഇപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടിലേക്ക്, ഏതായാലും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത 5 വർഷക്കാലം എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കും എന്ന് രേഖപ്പെടുത്തി പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. ഇത് ഒരു ഗുണപരമായ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പ്രഖ്യാപിച്ച കാര്യം അടുത്ത 5 വർഷം കൊണ്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് നടപ്പിലാക്കാതിരുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചോദ്യം ഇവാലുവേറ്റ് ചെയ്യാനും കഴിയും. അപ്പൊ 5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ എണ്ണി ചോദിക്കാനും കഴിയും. ആ തരത്തിലുള്ള ഒരു വലിയ മാറ്റം രാഷ്ട്രീയ രംഗത്തുണ്ടായി. അത് ഏറ്റവും ഗുണകരമായ മാറ്റമാണ്. പക്ഷെ 5 വർഷത്തെ കഴിയുന്ന ആ വർഷം തികയുന്ന ആ സമയത്ത് കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചാലോ? അല്ല, അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ സാറ് ശ്രദ്ധിച്ചോ? വാസ്തവത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതും പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ്, അല്ലെ? തൊട്ടു മുമ്പ് മാത്രമാണ്. ചർച്ച ചെയ്യാനുള്ള സമയം പോലും ഇല്ല. വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവര് ഈ 5 വർഷക്കാലവും വാസ്തവത്തിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ രാഷ്ട്ര വികസനത്തിനായിട്ട് അല്ലെങ്കിൽ എന്തെല്ലാം വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്ന 5 വർഷക്കാലം പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തി അതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കാൻ അവര് സമയം എടുക്കേണ്ടതല്ലായിരുന്നോ? അങ്ങനെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു ശാസ്ത്രീയ പ്ലാനിങ്ങിന് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ സാധിക്കാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെ ആവശ്യമായ സമയമെടുത്തെല്ലാം തയ്യാറാക്കി അത് ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ ചെയ്യാൻ ആവശ്യമായ സമയമെടുക്കാമായിരുന്നല്ലോ. ഇതിനൊന്നും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളെ തരംതിരിച്ച് അങ്ങോട്ട് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് വർഷങ്ങളെടുത്ത് ചർച്ച ചെയ്ത് വേണമായിരുന്നു അത് ജനങ്ങളുമായിട്ടും കൂടി ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ ആ അവസരം വിനിയോഗിക്കേണ്ടതല്ലായിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ജനകീയത ഉണ്ടാകണമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്രയോ നല്ല പ്രകടന പത്രികകൾ എല്ലാ പാർട്ടികൾക്കും അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ അവര്
അപ്പൊ അതാണ് ഞാൻ അപ്പൊ നേരത്തെ ഈ പ്രതിബദ്ധത എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അധികാരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പം വാസ്തവത്തിൽ രാഷ്ട്ര വികസനം വികസനമല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം, അധികാര ലബ്ധിയാണ് പ്രധാനപ്പെട്ട അവിടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള വികാസം അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം ആണ് ഇത്ര ധൃതി പിടിച്ചിട്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കലും ധൃതി പിടിച്ചിട്ടുള്ള പ്രകടന പത്രിക അവതരിപ്പിക്കലും. അങ്ങനെ ആരെങ്കിലും അവതരിപ്പിച്ചാൽ പോലും അത് ആ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വിശ്വാസ സംബന്ധമായ മതപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പൊതുചർച്ചയെ മാറ്റുന്നത്. പൊതുവിൽ നമ്മൾ സത്യത്തിൽ കേരളം ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിയമസഭ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഇലക്ഷൻ ജനങ്ങൾ 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകും. അപ്പോൾ ഇത് സത്യത്തിൽ ജനം, നമ്മുടെ ഈ വോട്ടർമാർ, പാവം വോട്ടർമാർ ശരിക്കും വിലയിരുത്തിയിട്ട് തന്നെ ആകുമോ വോട്ട് ചെയ്യാൻ പോകുന്നത്? സാറേ, ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ ഇന്ത്യയിൽ ഇതൊക്കെ വിലയിരുത്താൻ എത്ര ആളുകൾക്ക്, എത്ര ശതമാനം ജനങ്ങൾക്ക് സാമാന്യ വിദ്യാഭ്യാസമുണ്ട്? ഇന്ത്യയെ മൊത്തത്തിൽ കാണുമ്പോൾ കേരളത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ കാണുമ്പോൾ ഇന്ത്യയിൽ പിന്നെ എത്ര കക്ഷികൾ, മുന്നണികൾ മാറി മാറി ഭരിച്ചു. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന മതപരമായ വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ശാസ്ത്ര പഠനത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഈ കേരളത്തിൽ പോലും വേണ്ട വിധത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഭരണഘടനയിൽ അന്ന് നെഹ്റുവിന്റെ കാലത്ത് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പരാമർശമുണ്ട്. ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ട് നടപ്പാവുന്നില്ല. പൂർണ്ണമായിട്ടൊന്നുമില്ല. അത് ഭരണകർത്താക്കളുടെ ലക്ഷ്യമേ അല്ല. കാരണം എന്തറിയോ, ശാസ്ത്രബോധമുള്ള ജനങ്ങള് ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് പിന്നെ നാളെ ഭരണാധികാരികളായിരിക്കും. തീർച്ചയായിട്ടും തന്നെ അല്പം യുക്തിയധിഷ്ഠിതമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കുറെ അയുക്തിക ചിന്തകളുണ്ടല്ലോ, അതിനെ ഈ മേൽക്കൈയോടെ നിന്നില്ല എങ്കിൽ സാറ് സൂചിപ്പിച്ച വലിയ ആപത്തിനെ അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ സ്ഥിരം ഭരണവർഗമായിട്ട് തുടരാൻ അവർക്ക് സാധിക്കാത്ത ഇത് വരും. അപ്പൊ ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക, എല്ലാവർക്കും തൊഴിലിനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കാതിരിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന് പൈസ ഉള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് നിലനിർത്തുക. നമ്മുടെ സമയം അവസാനിക്കുകയാണ് സാറ്. അതുകൊണ്ടാണ് അവസാനമായി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കേരള ജനതയോട് സാറിന് എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത്? ഏതായാലും എനിക്ക് വളരെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു മാറ്റത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും മാറിയിരിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇനി അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂമി, സമ്പത്ത്, അറിവ്, അധികാരം, ഇത് ജനസംഖ്യാനുപാതികമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും കിട്ടുന്ന തരത്തിലുള്ള പ്രകടന പത്രികകൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കണം. അത്തരം പാർട്ടികളെ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കൂ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് ഇന്ത്യൻ ജനത മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലമാണ്, അല്ലെങ്കിൽ ധാരാളമായി ഇനിയും പറയാനുണ്ടെന്ന് നമുക്കറിയാം. വന്നതിനും ഈ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന സമീപസ്ഥമായിരിക്കുന്ന സമയത്ത് വളരെ താത്വികമായി സംസാരിച്ചതിന് നന്ദി സാർ. നന്ദി, നമസ്കാരം. ചർച്ച അവസാനിക്കുമ്പോൾ ജനങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്തായിരിക്കണം കേവലമായ രാഷ്ട്രീയത്തിനപ്പുറത്ത്, തീർച്ചയായിട്ടും അന്ധമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, 5 വർഷത്തിലൊരിക്കൽ കൈവരുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ അധികാരം ജനം എപ്രകാരം വിനിയോഗിക്കണം? നന്ദി, നമസ്കാരം.